ആണുങ്ങൾ ഇതാ യുദ്ധത്തിന് പോകുന്നു. ഒരു യുദ്ധത്തിന് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? ഷഹീദായാൽ എത്ര പ്രതിഫലമാണ്? നാളെ സ്വർഗത്തിൽ അവർ രാജകിളികളല്ലേ? സ്വർഗത്തിൽ യോദ്ധാക്കൾ രാജകീയ പ്രൗഢിയിലല്ലേ? ഞങ്ങൾക്ക് ആ കൂലിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായ സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ മതി നിങ്ങൾക്കൊരു മുജാഹിദിന്റെ യോദ്ധാവിന്റെ കൂലി കിട്ടാൻ. ഒരു പുരുഷന് ഒരു യോദ്ധാവിന്റെ കൂലി കിട്ടണമെങ്കിൽ പടച്ചട്ടയണിഞ്ഞ് മരുഭൂമിയിലേക്ക് പോകണം. ശത്രുക്കളുമായി വാൾപ്പയറ്റ് നടത്തി യുദ്ധം ചെയ്യണം. ദിവസങ്ങളും മണിക്കൂറുകളും പൊടിപടലങ്ങൾ തന്റെ മൂക്കിലേക്ക് ശ്വസിച്ച് വായിലേക്ക് കടത്തി കഷ്ടപ്പെടണം. അന്യന്റെ ശത്രുവിന്റെ ആയുധങ്ങൾക്ക് മുമ്പിൽ വിധേയപ്പെടണം. ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ചെയ്താലേ ഒരു പുരുഷന് ഒരു രക്തസാക്ഷിയുടെ കൂലി കിട്ടുകയുള്ളൂ ഇസ്ലാമിൽ. എന്നാൽ ഒരു സ്ത്രീക്കോ രക്തസാക്ഷിയുടെ കൂലി കിട്ടാൻ, ഒരു യോദ്ധാവിന്റെ പ്രതിഫലം കിട്ടാൻ, നാളെ സ്വർഗത്തിലെ രാജകളികളായിട്ട് വാഴാൻ വീട്ടിലെ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി മക്കളെ തർബിയത്ത് ചെയ്ത് റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സൗഭാഗ്യമാണത്. എന്തുകൊണ്ടാ? ആ ഉത്തരവാദിത്തത്തിന് വലിയ മൂല്യമുള്ളത് കൊണ്ടാണ്.